നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിൽ വന്നൊരു വാർത്ത അത് കണ്ടപ്പോൾ നിങ്ങളുമായി എനിക്കൊന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ. ഈ പെൻഷൻ കിട്ടുന്നത് 5 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കാണ്. അതായത് വിധവകള്, അതുപോലെ അവിവാഹിതരായ സ്ത്രീകള്, ഭിന്നശേഷിക്കാർ, കർഷക തൊഴിലാളികൾ, വാർദ്ധക്യം ബാധിച്ചവർ, ഇങ്ങനെയുള്ള 5 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. അപ്പോ ഈ 1600 രൂപ കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഈ 1600 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ, മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് വളരെ നല്ലൊരു സഹായമാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഈ പെൻഷൻ വാങ്ങുന്ന വ്യക്തി 1 ലക്ഷം രൂപ താഴെ ആയിരിക്കണം വാർഷിക വരുമാനം. അതായത് ഒരു മാസം 10,000 രൂപയിൽ താഴെ ആയിരിക്കണം അവരുടെ വരുമാനം. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ളവരോ അവിടെ നിന്നൊക്കെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരോ ഒന്നും ആകാൻ പാടില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത പങ്കാളിക്ക് പെൻഷൻ കിട്ടും, കുടുംബ പെൻഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള പെൻഷൻ വാങ്ങുന്നവർ പോലും ഇതിന് അർഹരല്ല. അങ്ങനെയുള്ള ഒരു ഇൻകം ടാക്സ് അടക്കുന്നവരാകാൻ പാടില്ല. അതുപോലെ 2 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവരാകാൻ പാടില്ല. 1000 cc കൂടുതലുള്ള വാഹനങ്ങൾ ഉടമയാകാൻ പാടില്ല. അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ പെൻഷൻ അനുവദിച്ചു കിട്ടുന്നത്. ഈ അവസരത്തിൽ ഇത്രയും മാനദണ്ഡങ്ങൾ നമ്മൾക്കറിയാം. ഒരു അപേക്ഷ കൊടുക്കാതെ ഒരിക്കലും പെൻഷൻ നമുക്ക് ആരും വീട്ടിൽ കൊണ്ട് തരില്ല. നമ്മൾ അതിന് അർഹരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാനിപ്പോൾ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് നമ്മളതിന് യോഗ്യരാണോ എന്ന് നോക്കും. ചില സമയത്ത് അവര് മറ്റു കാര്യങ്ങൾ, പേപ്പറുകളും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് നടന്നതിന് ശേഷമാണ് ഇതൊക്കെ കിട്ടുന്നത്. ഇത് വാങ്ങിയവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഈ അവസരത്തിൽ ഇത്രയും മാനദണ്ഡങ്ങളെല്ലാം ചെക്ക് ചെയ്ത് അപ്രൂവൽ കൊടുക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇന്ന് പേപ്പറിൽ കണ്ട വാർത്തയിൽ 1458 പേര് അനർഹരായവര് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല ഇനിയും പരിശോധന നടത്തിയാൽ ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവാം എന്നും പറയുന്നു. അതായത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരത്തെ സർക്കാർ കോളേജിലും രണ്ടാമൻ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിലുമാണ് ജോലി ചെയ്യുന്നത്. 3 ഹയർ സെക്കൻഡറി അധ്യാപകരാണ് പെൻഷൻ വാങ്ങുന്നത്. ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്, 373 പേർ. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് 2ാം സ്ഥാനത്ത്, 224 പേർ. മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും ആരോഗ്യ വകുപ്പിൽ 114 പേരും മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും പൊതുമരാമത്ത് വകുപ്പിൽ 47 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരാണ്. വകുപ്പ് 46 പേർ, ഹോമിയോപ്പതി വകുപ്പ് 41 പേർ, കൃഷി റവന്യൂ വകുപ്പ് 35 പേർ, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് 34 പേർ, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പ് 31 പേർ, ഹോമിയോപ്പതി വകുപ്പ് 25 പേർ. ഈ അർഹതയില്ലാതെ 1458 പേർ കൈപ്പറ്റിയ തുക ഏകദേശം 23 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അങ്ങനെയുള്ള അർഹതയില്ലാത്ത ആളുകൾക്ക് ഈ പണം കിട്ടാൻ കാരണക്കാരാരാണ്? നമ്മൾ കറക്റ്റ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ മാനദണ്ഡങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഒരു അപ്രൂവൽ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ മാനദണ്ഡങ്ങൾ ചെക്ക് ചെയ്യാതെയാണോ ഇവർക്ക് അപ്രൂവൽ കിട്ടിയത്? ഇവർക്ക് അപ്രൂവൽ കൊടുത്തത് ആരാണ്? ഇത് അനുവദിക്കാതെ ഇവർക്ക് കയ്യിൽ കൊണ്ട് പെൻഷൻ വെറുതെ കിട്ടില്ല. അപേക്ഷകളെല്ലാം സമർപ്പിച്ച് അതെല്ലാം സാങ്ഷൻ ആയതിനു ശേഷം മാത്രമാണ് ഇവർ ഇത്രയും നാളായിട്ട് ഈ പൈസ കൈപ്പറ്റിയത്. അത് മാത്രമല്ല സർക്കാർ പുറത്തുവിടുന്നതിനനുസരിച്ച് ഇനിയും പരിശോധിച്ചാൽ ഇതിലധികം ആൾക്കാരുണ്ടാവാം എന്നും പറയുന്നു. പെൻഷനിൽ നിന്ന് എന്തിനാണ് ഇവർ കൈയിട്ട് വരുന്നത്? സർക്കാർ ജോലിയിൽ ഇരുന്നു കൊണ്ട് അവരറിയാത്ത കാര്യമൊന്നുമല്ല ഇതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പെൻഷൻ ആണെന്നും അവരതിന് യോഗ്യരല്ല എന്നും അറിഞ്ഞുകൊണ്ടിട്ടാണ് അവർ ഈ അപേക്ഷ സമർപ്പിച്ചതും. അവർക്ക് സാങ്ഷൻ കൊടുത്ത ഉദ്യോഗസ്ഥരാരാണെങ്കിലും അവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇപ്പോൾ സർക്കാർ പറയുന്നത് ഈ 1458 പേരിൽ ഒതുങ്ങുന്നതല്ല. കണക്കുകൾ പരിശോധിച്ചാൽ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ടാവാം. പക്ഷേ അവർ പറയുന്നത് ഇവർ കൈപ്പറ്റിയ തുകയും അതിന്റെ പലിശയും അടക്കം തിരിച്ചു വാങ്ങുമെന്നാണ്. അതൊക്കെ നല്ല കാര്യം തന്നെ. അത് മാത്രമല്ല ഇവർക്ക് ഇതിന് അനുമതി കൊടുത്ത ആൾക്കാരെയും സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അവർ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ക്ഷേമ പെൻഷൻ മതിയെങ്കിൽ ഇവർ സർക്കാർ ജോലിയിൽ നിന്ന് പുറത്തു പോട്ടെ. അവർക്ക് ക്ഷേമ പെൻഷൻ മാത്രം മതിയെങ്കിൽ അവർ സർക്കാർ ജോലി ഇരിക്കാൻ യോഗ്യതയുള്ളവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് നിരവധി ആൾക്കാരുണ്ട് പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നത് എന്ന് വേണം പറയാനായിട്ട്. നമ്മൾക്കറിയാം അർഹതയുണ്ടായിട്ട് ഇന്നും പെൻഷന് വേണ്ടി ക്ഷേമ പെൻഷൻ കിട്ടാത്ത നിരവധി ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് അർഹതയില്ലാത്ത ഈ ആളുകൾ ഇത്രയും, അതായത് അവർ 1 ലക്ഷത്തിലധികം വരുമാനം കിട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു 1600 രൂപ വാങ്ങിക്കുന്നത് പറയുമ്പോൾ 1600 രൂപയല്ലേ എന്ന് പറയും. പക്ഷേ അത് പലതുള്ളി പെരുവെള്ളം പോലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു 1458 പേരെന്നാണ് ഏകദേശം 23 ലക്ഷം രൂപയായി. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൂട്ടുമ്പോൾ എത്ര രൂപയാണ്? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അനധികൃതമായി വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പാവങ്ങൾക്ക് ഇങ്ങനെ കുടിശ്ശിക വരുമോ?
കുടിശ്ശിക കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി കുടിശ്ശികയെ പറ്റി എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ഇതിനെ കുറിച്ച് പറയാനുള്ളത്, അതായത് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആള് മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ അനന്തരാവകാശികൾക്ക് കുടിശ്ശിക ഉണ്ടെങ്കിൽ കൊടുക്കില്ല എന്നൊരു പുതിയൊരു ഉത്തരവ് സർക്കാർ പുറപ്പെട്ടു. അതിനോട് യോജിക്കാൻ തീരെ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ കിട്ടുന്നവരുണ്ടെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ അനന്തരാവകാശികൾക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം, അതങ്ങനെ തുടർന്ന് പോകുന്നുമുണ്ട്. അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള കുടിശ്ശിക ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അനന്തരാവകാശികൾക്ക് കൊടുക്കാത്തത്? അത് നമ്മൾ മരിച്ചതിന് ശേഷം വീണ്ടും അവർക്ക് പെൻഷൻ അനന്തരാവകാശികൾ കൊടുക്കണമെന്നല്ല പറഞ്ഞാൽ, കുടിശ്ശിക എന്തുകൊണ്ട് അവർ കൊടുത്തു തീർക്കുന്നില്ല? ഈ കുടിശ്ശിക എന്തുകൊണ്ടാണ് വരുന്നത്? ഈ കുടിശ്ശിക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 6 മാസത്തെ 5 മാസത്തെ കുടിശ്ശിക ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ സർക്കാരുടെ എഴുതി കൊടുക്കുന്നതാണ് അല്ലെ. പൈസ ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് അതിനുശേഷം പണം വരുമ്പോൾ അത് പെൻഡിങ് ആയ പണം എല്ലാവർക്കും കൊടുത്തു തീർക്കും. അങ്ങനെയുള്ളപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നേരത്തെ മരിക്കുന്നതിന് മുമ്പ് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കാരണം നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കുന്നത് പോലെ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ കാശ് അവരുടെ അവകാശികൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ, കണ്ടിന്യൂസ് കൊടുക്കുന്ന നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ മരിച്ചതിന് ശേഷം കൊടുക്കണമെന്നൊന്നും നമ്മൾ വാശി പിടിക്കുന്നില്ല. പക്ഷേ കുടിശ്ശിക എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അത് മാത്രമല്ല, ഈ ഒരു പണം വാങ്ങിക്കുന്ന ആൾക്കാർ സാധാരണക്കാരാണ്. ഒരു പക്ഷെ അവർ നോക്കുന്ന മക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ സഹോദരങ്ങളോ ഒക്കെ നിസ്സാരമായ ജോലിക്ക് പോയി പണം കിട്ടുന്നവരായിരിക്കും. അപ്പോൾ ആ ഒരു കുടിശ്ശിക വരുമ്പോൾ ചിലപ്പോൾ അവർ മരുന്ന് വാങ്ങിക്കുന്നതൊക്കെ ഈ ഒരു പണം കൊണ്ടായിരിക്കും. അപ്പൊ ആള് മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ അത് ഗവൺമെന്റ് കൊടുക്കാതിരിക്കുമ്പോൾ ആ പണം പിന്നെ എഴുതി തള്ളുന്നത് പിന്നെ ആരാണ് ആ പണം എടുക്കുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ വേണ്ട രീതിയിൽ തന്നെ നടപടി എടുക്കണം. കുടിശ്ശിക ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കാതിരിക്കരുത്. അത് അവകാശപ്പെട്ടവർക്ക് ആ കുടിശ്ശിക കൊടുത്തിട്ട് നിർത്തലാക്കട്ടെ, അല്ലാതെ തുടർന്നു കൊണ്ട് പോകണമെന്ന് നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെ അതിൽ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് റേഷൻ കടയിലുള്ള കാര്യം. ഈ റേഷൻ അരി വാങ്ങിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കുന്ന നിരവധി ആൾക്കാർ, അർഹതയുള്ള ആൾക്കാർക്ക് കിട്ടാതെ അർഹതയില്ലാത്ത നിരവധി ആൾക്കാർ ഈ ദാരിദ്ര്യക്ക് മുകളിലുള്ളവരും താഴെയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പല ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിക്കുന്നു. അവർക്ക് വേണ്ട, അവർ കോഴിക്കും പശുവിനും അങ്ങനെയൊക്കെ കൊടുത്തു തീർക്കുന്നവരുണ്ട്. അപ്പൊ അതും ചെക്ക് ചെയ്യണം. അതും എൻ്റെ ഒരു അഭിപ്രായമാണ്. അതും ചെക്ക് ചെയ്ത് അർഹതയുള്ളവർക്ക് കിട്ടട്ടെ, അർഹതയില്ലാത്തവരാണെങ്കിൽ അത് കട്ട് ചെയ്യണം. അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഇന്ന് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇത് സർക്കാർ തന്നെ പുറപ്പെട്ട കണക്കാണ് 1558 പേരെന്ന് പറയുന്നത്. അവർ പറഞ്ഞത് അപ്പൊ ഇനിയും ചെക്ക് ചെയ്തല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും മാനദണ്ഡങ്ങൾ വരെയും ചെക്ക് ചെയ്തിട്ട് പല ആൾക്കാരും, എനിക്കറിയാവുന്ന പല ആൾക്കാരുടെയും ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ റിജക്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അതിന് യോഗ്യതയല്ല എന്ന് പറഞ്ഞിട്ട് യോഗ്യത ഉണ്ടായിട്ടും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവർക്ക് വീണ്ടും ഹൈ അതോറിറ്റി പോയിട്ട് പറയാനോ ഒന്നും കഴിവില്ലാത്തവരാണ്. അപ്പൊ അതങ്ങനെ പോയി. അപ്പോ ഇവരൊക്കെ ഈ ജോലിയിൽ ഇരുന്നുകൊണ്ട് സർക്കാർ ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത്രയും പണം കൈപ്പറ്റുമ്പോൾ ഇവർ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാതെ സാങ്ഷൻ കൊടുത്തവരും മുതൽ തെറ്റുകാരില്ല. അപ്പൊ അവർക്കും തക്കതായ തന്നെ വളരെ തക്കതായ രീതിയിലുള്ള ശിക്ഷ കിട്ടണം. മാത്രമല്ല ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പണം തിരിച്ചുപിടിക്കൽ മാത്രമല്ല, സർക്കാർ ജോലിയിൽ ഇരിക്കാൻ യാതൊരു വിധത്തിലുള്ള യോഗ്യതയുമില്ല. അവരതിൽ നിന്ന് പിരിച്ചുവിടണം. സമൂഹത്തിന് മുമ്പിൽ കൊണ്ടായിട്ട് വരുന്ന ആ ഒരു ഏർപ്പാട് അത് നിർത്തിയേ പറ്റൂ. അധികം പൈസ ഒന്നും കിട്ടുന്നില്ല. അവർക്ക് കിട്ടുന്ന 1600 രൂപയാണ്. നിങ്ങൾ ഈ സർക്കാർ ജോലിയിൽ ഇരുന്നു കൊണ്ട് പെൻഷൻ ആയി കഴിയുമ്പോൾ നമുക്കറിയാം കിട്ടുന്ന എത്ര രൂപയാണെന്ന് കിട്ടും. അതനുസരിച്ച് അവരുടെ മരണശേഷം അനന്തരാവകാശികൾ ഉണ്ടെങ്കിൽ അവർക്കും കിട്ടും. അപ്പൊ അങ്ങനെയുള്ള പണം കിട്ടുന്ന ആളുകൾ തന്നെ ഈ ഒരു ആളുകളുടെ പണത്തിൽ കൈയിട്ട് വരുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഞാൻ അടച്ചു പറഞ്ഞില്ല, സർക്കാർ ജോലിക്കാര് എല്ലാവരും അല്ല. ഈ ചെയ്ത ആൾക്കാർ, ഈ കുറ്റകൃത്യം ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല. നല്ല രീതിയിലുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ. തീർച്ചയായിട്ടും കമന്റുകൾ ഉണ്ടെങ്കിൽ കമന്റുകൾ ഏർപ്പെടുത്തണം. താങ്ക് യു സോ മച്ച്.